നമസ്കാരം. അതീവ സങ്കടകരമായ കാഴ്ചകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 39ഓളം ആളുകളാണ് തങ്ങൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സിനിമാ താരത്തെ കാണാനായി വന്ന് തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ പൊലിഞ്ഞത്. ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ പരിപാടിയിൽ തിരക്കിൽപ്പെട്ട് മരണപ്പെട്ടവരിൽ 8 പേർ കുരുന്നുകളാണെന്ന് കൂടി അറിയുമ്പോൾ അതീവ സങ്കടമാണ് തോന്നുന്നത്. ഇന്നലെ കരൂരിൽ സംഭവിച്ചത് അതിദയനീയമായ സംഭവങ്ങളാണ്. സംസ്ഥാന വ്യാപകമായി വിജയ് നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കരൂരിൽ വിജയ് റാലി സംഘടിപ്പിച്ചത്. റാലിക്കായി വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. തിക്കും തിരക്കും ഏറിയതോടെയാണ് ദുരന്തത്തിലേക്കത് വഴിവെച്ചത്. അമിതമായ ജനക്കൂട്ടവും ചൂടും കാരണം ആളുകൾ തളർന്നു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട വിജയ് 30 മിനിറ്റ് പ്രസംഗിക്കേണ്ട തന്റെ പ്രസംഗം 3 മിനിറ്റാക്കി പാതി വഴിയിൽ നിർത്തി. തുടർന്ന് തന്റെ പ്രത്യേക പ്രചരണ വാഹനത്തിൽ നിന്ന് ജനക്കൂട്ടത്തിലേക്ക് കുപ്പികൾ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. വെള്ളക്കുപ്പികൾ പിടിച്ചെടുക്കാനായി ആളുകൾ തള്ളിക്കൂടിയതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നും പറയപ്പെടുന്നു. താരമെറിയുന്ന ബോട്ടിലുകൾ പിടിക്കാൻ ആരാധകർ ആവേശത്തോടെ പാഞ്ഞടുത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. മരക്കൊമ്പുകളിൽ ഇരുന്നവർ താഴേക്ക് വീഴുന്നതും ഇതിനിടെ സംഭവിച്ചു. അങ്ങനെ അതിവേഗം തിക്കും തിരക്കും വലിയ ദുരന്തമായി മാറി. ആംബുലൻസുകൾക്ക് പോലും ജനക്കൂട്ടത്തെ മറികടന്ന് മുൻപോട്ട് പോകാനാവാത്ത അവസ്ഥയാണ് ഉണ്ടായത്. ദുരന്ത സ്ഥലത്തിന് തൊട്ടകലെ ആശുപത്രിയുണ്ട്. അവിടേക്ക് പോലും പരിക്കേറ്റവരെ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. ഇടുങ്ങിയ റോഡും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ ഇരയായി. ഒരുപാട് വീഴ്ചകളാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. വിജയും സംഘവും ഉച്ചയോടെ കരൂരിലെത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നതെങ്കിലും സ്ഥലത്തെത്തുമ്പോൾ രാത്രി 7 മണിയായി. രാവിലെ മുതലും ഉച്ച തൊട്ടുമെല്ലാം കാത്തിരിക്കുന്ന ജനങ്ങൾ അവശരായിരുന്നു. സ്ഥലത്ത് കുടിവെള്ളം ലഭ്യമായിരുന്നില്ല. വെള്ളം കിട്ടാതെ അവശരായവർക്ക് വിജയ് സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് കുപ്പിവെള്ളം എറിഞ്ഞു കൊടുക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വെള്ളത്തിനു വേണ്ടി തിക്കും തിരക്കും കൂട്ടിയത് വൻ ദുരന്തത്തിന് കാരണമായെന്ന് പോലീസ് പറയുന്നു. വിജയുടെ കാരവാനൊപ്പം ആളുകൾ നീങ്ങിയതും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചു. ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട് വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. കുഴഞ്ഞു വീണ കുട്ടികളെ സഹായിക്കണമെന്നും വിജയ് പറയുന്നുണ്ടായിരുന്നു. അതിനിടെ കരൂരിൽ തുറസായ സ്ഥലത്ത് റാലി നടത്തണമെന്ന ആവശ്യം TVK ഭാരവാഹികൾ നിരസിച്ചതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും ചർച്ചയാവുന്നുണ്ട്. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒട്ടേറെ സ്ത്രീകൾ കുട്ടികളുമായി പരിപാടിക്കെത്തി. കുട്ടികളെയും ഗർഭിണികളെയും റാലിയിൽ പങ്കെടുപ്പിക്കരുതെന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതും ലംഘിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ വിജയിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറെയാണെന്നും പറയപ്പെടുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്കായി കൈമാറി തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിന് ശേഷമാണ് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത്. കരൂർ മെഡിക്കൽ കോളേജിലും പരിസരത്തും ജനങ്ങൾ അലമുറയിട്ട് കരയുകയാണ്. സംഭവം നടന്നയുടൻ പ്രതികരണത്തിന് നിൽക്കാതെ ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് പോയ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയത് വിവാദത്തിനിടയാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ വിജയിയെ അറസ്റ്റ് ചെയ്തേക്കും എന്ന് സൂചനകളുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പോലും നൽകാതെയാണ് പോയത്. എന്നാൽ രാത്രി 11 മണിയോടെ സാമൂഹിക മാധ്യമത്തിലൂടെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. എൻ്റെ ഹൃദയം തകർന്നു, പറഞ്ഞറിയിക്കാനാവാത്ത വേദനയിൽ ഉള്ളം പിടയുകയാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് നിസ്സീമമായ ആദരമറിയിക്കുന്നു. പരിക്കേറ്റവർക്കുടൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകട്ടെ എന്നാണ് എക്സിൽ അദ്ദേഹം കുറിച്ചത്. വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം ശക്തമായി നടക്കുകയാണ്. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യം തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞത്.